ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എപ്പോഴെങ്കിലും ഒരിക്കല് അയാൾ അങ്ങനൊരു വാക്ക് പറഞ്ഞ അമ്മാവന്റെ മരുമോളായിട്ട് അയാൾ ഇവിടെ ഉണ്ടാവും. ഓഹോ, മുടിയൊക്കെ നീട്ടി വളർത്തി തൂക്ക് സഞ്ചിയൊക്കെ ഇട്ട് ജുബയിട്ട് നാറി നടക്കുവോ? എന്തെങ്കിലും പറയുമ്പോഴേ കുറച്ച് സ്റ്റാൻഡേർഡുള്ള തമാശ പറയാം. ഞാൻ നിന്റെ കൂടെ നടന്ന് ഇങ്ങനെ ആയിപ്പോയി. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എടാ, ഇതെനിക്ക് തോന്നിയതാ. ഈ അവാർഡ് കിട്ടുമ്പോഴേ എല്ലാവർക്കും ഇച്ചിരി ഈ തലക്കാനൊക്കെ ഒന്ന് കൂടും. ഊങ്കേ പിന്നെ ഒരു പൊട്ടൻ ലോട്ടറി അടിച്ച പോലെ ഓടും. ആ, അത് കറക്റ്റാ. പൊട്ടൻ എന്ന് പറഞ്ഞത് അത് കറക്റ്റാ. എന്റെ അമ്മാവ ഇനിയിപ്പോ ഞാൻ അതിന്റെ പേരിൽ അഹങ്കരിക്കാൻ പോവാണോ? അമ്മാവ ഇതൊന്നും അല്ല. പിന്നെ എനിക്കൊരു കൺഫ്യൂഷനാ. നീ എന്നോട് പറ, ഞാൻ പരിഹരിച്ചു തരുമല്ലോ. പറ. എന്നാ പറ, എന്താ വാങ്ങിക്കേണ്ടത്? എനിക്കാ? അമ്മാവനൊന്നും അല്ല. പിന്നെ ആർക്കും മേടിച്ചു കൊടുക്കുന്ന കാര്യമാ? അതേ, അത് അത് നിത്യയ്ക്ക്. നിത്യയ്ക്കാ? അതെ, ഞാനിപ്പോ നിത്യയോട് സംസാരിക്കായിരുന്നു. കല്യാണക്കാരിയാ? ഓ അല്ലെന്നേ. പിന്നെ എനിക്ക് ഈ അവാർഡൊക്കെ കിട്ടിയിട്ടേ അയാൾക്ക് എന്താ വാങ്ങിച്ചു കൊടുക്കാന്ന് അയാൾ എന്നോട് ചോദിച്ചു. എന്ത് കൊടുക്കാനാ? ഞാൻ പറഞ്ഞ നീ ചിലപ്പോ കേൾക്കൂല. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും. അതൊന്നും അല്ല. നിന്ന അമ്മാവൻ പറ. അതായത് പിന്നെ അവക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. പറയട്ടാ? പറ. അവക്കൊരു ജീവിതം കൊടുക്ക. ഞാൻ പുറത്ത് കടയിൽ പോയി വാങ്ങുന്ന കാര്യത്തെ കുറിച്ചാ ചോദിച്ചത്. ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയ ജീവിതം മേടിക്കാൻ കിട്ടുമോ? അവിടെ പോയ ജീവിതം മേടിച്ചു കൊടുക്കാൻ പറ്റൂല. ഞാൻ ഇതുവരെ ചോദിച്ചു പോയിട്ടുമില്ല. എടാ എടാ, എന്നാ നീ തന്നെ തീരുമാനിക്ക്. എന്തുവാ നീ മേടിച്ചു കൊടുക്കാൻ പോകുന്നേ? ചോദിച്ച് എന്നെ പറഞ്ഞാ മതിയല്ലോ. നീയേ ഒരു മോതിരം മേടിച്ച് അവളുടെ കയ്യിലോട്ട് ഇട്ടു കൊടുക്ക. അതാകുമ്പോഴേ ഞാനിപ്പോ ഒരു കുഴപ്പവും ഇല്ലാത്ത മാനസികാവസ്ഥയിലിരിക്കുക. അത് കുളവാക്കിയിട്ടേ അടങ്ങോളോ. എന്നാ പിന്നെ ഞാനൊന്നും മിണ്ടുന്നില്ല. അല്ല, പിന്നെ നിനക്ക് അവളെ ഇഷ്ടമല്ലെന്ന് വല്ലതും പറയൂ? അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഇന്നലെ നിനക്ക് അങ്ങോട്ട് സമ്മതിക്കാൻ വയ്യല്ലേ? ഒരുമാതിരി. എന്തൊരുമാതിരി? ഞാൻ എനിക്ക് പറയാനുള്ളത് അത് വ്യക്തമായി എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. നിത്യയ്ക്ക് എന്റെ ജീവിതത്തിലോട്ട് വരാം, എന്നോടൊത്ത് ജീവിക്കാം. പക്ഷേ അത് നിത്യ തന്നെ എന്നോട് പറയണം. അവളൊരു പെൺകുട്ടിയല്ലേടാ? പെൺകുട്ടിയാണെങ്കിൽ എന്താ? പെൺകുട്ടികൾക്ക് ഷൈ ഉണ്ടാവൂലേ? നീ ഇങ്ങനെ വാശി കാണിക്കാതെ. അപ്പൊ വാശിയൊന്നും അല്ല. പിന്നെ എടാ, അതെ, ഇനിയിപ്പോ അവക്ക് വരെ ഞാൻ പറഞ്ഞാ മതിയാ? ഒരുമാതിരി. അമ്മാവ, അയാളുടെ മനസ്സിന്റെ ഒരു ഇഷ്ടമുണ്ട്. അതൊന്നും തിരിച്ചറിയാൻ വേണ്ടിട്ട് എപ്പോഴെങ്കിലും ഒരിക്കല് അയാൾ അങ്ങനൊരു വാക്ക് പറഞ്ഞ അമ്മാവന്റെ മരുമോളായിട്ട് അയാൾ ഇവിടെ ഉണ്ടാവും. പക്ഷെ എന്റെ കൈ ഇവിടെ ഉണ്ടാവൂല. അതൊക്കെ ചെറുക്കെ. അതെ എന്ന് കരുതിയിട്ടേ ഇപ്പോഴേ പോയി നിത്യയ്ക്ക് ക്ലാസ് എടുക്കാനൊന്നും നിക്കണ്ട. എടുത്താ ഞാൻ അറിയും.
ഉം. ഇവരിതെങ്ങനെ അറിഞ്ഞ്? ഇവന് ചാത്തൻ സേവ വല്ലതും ഉണ്ടാ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്ന് വിചാരിക്കുമ്പോ അപ്പ അവൻ കണ്ടുപിടിക്കും. ഹോ ഹോ ഹോ. പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചേ പറ്റൂ. ചായയും കൊള്ളൂല. ഇതാരിട്ടത്? രഘുവേട്ട, എന്താടോ? ഒന്നുമില്ല രഘുവേട്ട. നിത്യമുള്ള കാര്യത്തിലെ എനിക്കൊരു വലിയ പേടിയുണ്ടായിരുന്നു. അതെന്താ? സദാനന്ദേട്ടന്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞ ഷോക്കിൽ നിന്ന് അവള് പുറത്തു വരുമോ എന്ന്. പക്ഷെ ഹരിക്ക് ഈ അവാർഡ് കിട്ടിയതോടെ അവള് വേറൊരാളെ പോലെയായി. അതെ, പണ്ട് നമ്മൾ കണ്ടിരുന്ന നിത്യമോളില്ലേ, അവളെ തിരിച്ചു കിട്ടിയതുപോലെ തന്നെയുണ്ട്. ഇപ്പൊ ഏതു നേരവും അവളുടെ മുഖത്ത് ആ ചിരിയുണ്ട്, കണ്ണിലാണെങ്കിൽ ആ തിളക്കമുണ്ട്. കുറച്ചു മുൻപ് അടുക്കളയിൽ വന്നിട്ടേ എന്നോട് കുറെ നേരം സംസാരിച്ചു. ആ സംസാരിക്കാന്ന് പറഞ്ഞ അച്ഛന്റെ കാര്യങ്ങളും അവളുടെ നാട്ടിലെ കാര്യങ്ങളും ഒക്കെ. അവള് പണ്ടിങ്ങനെ വാതോരാതെ സംസാരിക്കുമായിരുന്നില്ല രഘുവേട്ട, അതേപോലെ തന്നെ. இங்க இருக்கா அம்மா? அம்மா ஒரு காரியம் தெரியுமா? എന്താ ശരവണ? அம்மா அது வந்து ஹரிசாரோட ஃபங்க்ஷன் போகும்போது எது கலர் ஷர்ட் வேணும்னு எனக்கு ஒரு கன்ஃபியூஷன் இருந்தது. நான் எல்லாம் எடுத்து வச்சு எது வேணும்னு கன்ஃபியூஷன் இருக்கும்போது நித்யாமா வந்து இது போதும் சரவணா, இது உங்களுக்கு நல்லா சேரும்னு சொன்னேன். அந்த மாதிரி ஒரு விஷயம் ஃபர்ஸ்ட் டைம் தான் சார். ஹரிசாரன்னா அவருக்கு உயிர், அதுதான் அதோட மீனிங். സുജാതെ, ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ അവര് പരസ്പരം വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരൊരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ എന്നിട്ടും രണ്ടാളോടും ഒന്ന് ചോദിക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ. ഹരി അയാളുടെ സ്റ്റാൻഡ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിത്യ നമ്മൾ ചോദിക്കണ്ട രഘുവേട്ട. എന്റെ മനസ്സില് എന്തോ ഒരു പ്രതീക്ഷയുണ്ട്. സമയമായി എന്നൊരു തോന്നല്. അവളുടെ മുഖത്ത് എപ്പോഴും ആ ചിരി മായാതിരിക്കണമെന്നാണ് ദൈവത്തിന്റെ തോന്നലെങ്കില് ആ ദൈവം അവളെ ഹരിയെ ഏൽപ്പിക്കും. അങ്ങനെ നടക്കട്ടെ. ஆமாங்க. മധുര നൊമ്പരക്കാറ്റ്